ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചന ഭാഗം. ക്രിസ്മസ് കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു തിരുവചന ഭാഗമാണ് മറിയത്തിൻ്റെ സ്തോത്രഗീതം. താൻ ആരാണെന്നും താൻ എന്താണെന്നും കൃത്യമായി അറിഞ്ഞുകൊണ്ടാണ് മറിയത്തിൻ്റെ പ്രതികരണം നമ്മളിവിടെ കാണുക. 10-15 വയസ്സിൽ കൂടുതൽ പ്രായമില്ലാത്ത ഒരു പെൺകുട്ടി തൻ്റെ ജീവിതം മുഴുവൻ ദൈവകരങ്ങളിലേക്ക് കരാളിച്ചു കൊടുത്തുകൊണ്ട് ഇനി എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ദൈവത്തോട് ആഗ്രഹത്തോടെ പറഞ്ഞ പരിശുദ്ധ മറിയം എലിസബത്തിൻ്റെ ഭവനത്തിൽ വെച്ച് തൻ്റെ ഇളയമ്മയുടെ ആശീർവാദവും തിരുകുമാരൻ്റെ ശാരീരിക സാന്നിധ്യവും തിരിച്ചറിഞ്ഞ് അവളെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിച്ചപ്പോൾ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ വലിയ ആനന്ദത്തോടുകൂടി മറിയം തൻ്റെ എളിമയുടെ ചെറുതാകലിൻ്റെ സുഖമുള്ള ഒരു പാട്ട് നമ്മുടെ മുമ്പിൽ ഉയർത്തുകയാണ്. മറിയത്തിൻ്റെ സ്തോത്രഗീതം. ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഈ പ്രാർത്ഥനയുടെ ഒരു വേളയിലും ഈ പ്രാർത്ഥനാ ഗീതത്തിൻ്റെ ഒരു വരിയിലും മറിയം തൻ്റെ അഹങ്കാരത്തിൻ്റെ താൻപോരുമയുടെ ഒരു ഭാവം വിരിയിച്ച് കാണിക്കുന്നില്ല. ദാസിയെ തൃക്കൺ പാർത്തവൻ, ദാസിക്ക് വില നൽകിയവൻ, ദൈവത്തിൻ്റെ ശക്തമായ അനുഗ്രഹത്തിൻ്റെ മുമ്പിൽ കൂപ്പുകരങ്ങളോടെ നിൽക്കുന്ന അമ്മ. ഇതൊന്നും എൻ്റെ കഴിവല്ല, ഇതൊന്നും ഞാൻ ആർജിച്ചെടുത്തതല്ല, എൻ്റെ ദൈവം എനിക്ക് തന്ന ദാനമാണ് ഈ ജീവിതം. എൻ്റെ ദൈവം എനിക്ക് സമ്മാനമായി തന്നതാണ് എൻ്റെ ഉദരത്തിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞ്. അവൻ ലോകത്തിൻ്റെ രക്ഷകനായി, ദൈവപുത്രനായി, ദൈവമായി മാറുമ്പോൾ ഞാനും ആകട്ടെ ദൈവമാതാവായി മാറുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടും അതിൻ്റെ ആഡംബരത്തിലും പ്രൗഢിയിലും അഹങ്കരിക്കാമായിരുന്നിട്ടും മറിയം പറഞ്ഞു, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. പ്രിയപ്പെട്ടവരെ, ഇതൊരു ജീവിതത്തിൻ്റെ ചീന്ത, ഇത് അനുകരണീയമായൊരു മാതൃകയാണ്. കടന്നുപോകുന്ന ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ എങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റുമോ? എളിമപ്പെടലിൻ്റെ ഒരു പ്രാർത്ഥന. ഞാനൊന്നുമല്ല കർത്താവേ, ഇനിമേൽ ഞാനല്ല അങ്ങാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പറയാൻ. ഇനി എനിക്കൊന്നുമില്ല തമ്പുരാനെ, നിൻ്റെ തീരുമാനം, നിൻ്റെ ആഗ്രഹം, നിൻ്റെ അഭിഷ്ടം, അതിന്മേലൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് എളിമപ്പെടുന്ന മറിയത്തിൻ്റെ പുണ്യം നമുക്ക് ഹൃദയത്തിലേക്ക് സംസ്കരിക്കാം. ഈശോയുടെ ഈ വലിയ ജനനത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ഈ പുണ്യനാളുകളിൽ ജെറുസലേം ദേവാലയത്തിൻ്റെ കവാടം, ഉണ്ണീശോ ജനിച്ച ബെത്ലഹേമിലെ കുഞ്ഞു ദേവാലയത്തിൻ്റെ ഇന്ന് മാനമുട്ടെ പണിതുയർത്തിയ ബസിലിക്ക ഓഫ് ഇൻകാർണേഷൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരുപക്ഷേ ക്രിസ്ത്യാനി തിരിച്ചറിയണം, അതിൻ്റെ കവാടത്തിലൂടെ അകത്തേക്കൊന്ന് കയറണമെങ്കിൽ പൊക്കം കുറഞ്ഞവന് പോലും ഒന്ന് തലകുനിച്ചേ പറ്റൂ. തലകുനിച്ച് എളിമപ്പെട്ട് അവൻ്റെ പുണ്യജനനത്തിൻ്റെ വഴിത്താരയിലൂടെ ഒന്ന് നടക്കാൻ. ഇന്നും ഭൂഗർഭത്തിൽ അടിയിലായിട്ട്, താരയുടെ അടിയിൽ അണ്ടർഗ്രൗണ്ടിൽ സെല്ലറായിട്ട് ഈശോ ജനിച്ച പുണ്യസ്ഥലത്തിൻ്റെ ചിത്രമുണ്ടല്ലോ, ഒരു സാഹചര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിലൊന്ന് കടന്നു പോകണമെങ്കിൽ നിലത്ത് ഇരുന്ന് എഴഞ്ഞെഴഞ്ഞ് വേണം പോകാൻ. ദൈവത്തെ കാണാൻ, ദൈവത്തെ സ്വന്തമാക്കാൻ,
തലകുലിക്കാൻ, എളിമപ്പെടാൻ, ചെറുതാകാനുള്ള മനസ്സ് വേണമെന്ന വചനം ഓർമ്മിപ്പിക്കുക. ദാസിയുടെ താഴ്മയെ തൃക്കൻ ഭാഗത്ത് തമ്പുരാൻ എൻ്റെ ഈ അവസ്ഥയിലേക്ക് ഇറങ്ങി വരാൻ ഞാനും എളിമപ്പെടണം, ഞാനും ചെറുതാകണം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.